ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൻ ഡയറി. ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. തിക്ക് ഗ്രേവിയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ദാ ഇവിടെ ഏകദേശം 1.25 കിലോളം വരുന്ന ചിക്കൻ്റെ പീസസാണ് എടുത്തിരിക്കുന്നത്. അത് 2 തരം പീസസും എടുത്തിട്ടുണ്ട്, ബോണുള്ളതും ഇല്ലാത്തതും. മീഡിയം വലുപ്പത്തിലാണിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ബാക്കിയുള്ളത് ഇനി കറി തയ്യാറാക്കുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. കുറച്ച് കറിവേപ്പില, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇതേ രീതിയിൽ മുറിച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റായി നാരങ്ങയാണ് ആഡ് ചെയ്യേണ്ടത്. 1 നാരങ്ങയുടെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അങ്ങനെയാവുമ്പോൾ എല്ലാ മസാലകളും പൊടികളും ഒക്കെ ഓരോ പീസിലും നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഇതേപോലെ കുറച്ച് നേരം നമുക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് അരമണിക്കൂർ നമുക്ക് ഇത് മൂടി വയ്ക്കാം. അടുത്തതായി നമുക്ക് കറിക്ക് ആവശ്യമായ മസാല റെഡിയാക്കാണ് വേണ്ടത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ ഏറ്റവും ചെറിയ ജാറാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ സവാള ആഡ് ചെയ്യാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. ഇവിടെ കാശ്മീർ ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കറിക്ക് ആവശ്യമായ എല്ലാം ഒന്ന് നോക്കാം. ഇത് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം കാണും. പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്തത്, മല്ലിയില, 2 വലിയ തക്കാളി നല്ലപോലെ അരച്ചെടുത്തതാണിത്. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ അരച്ചെടുത്ത അരപ്പാണിത്. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ആഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിനി ഈ ചിക്കൻ പീസസ് എല്ലാം വറുത്തെടുക്കണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ പാൻ വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പീസും നമുക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കൻ പീസസിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ മുരിയേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പം നമുക്ക് എല്ലാ പീസസും മറിച്ചിടാം. വല്ലാതെ മുരിഞ്ഞ് റഫ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ കറിയുടെ ടെക്സ്ചറും ആ ടേസ്റ്റും ഒക്കെ ആകെ ഒന്ന് മാറും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ, വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ്റെ പീസ് ആകെ ഒന്ന് ഉടഞ്ഞ് ചിലപ്പോൾ കറി അങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല ടേസ്റ്റും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് റഫ് ആവാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് ഇത് മറിച്ചിടേണ്ടത്. അതാണ് ഈ കറിയുടെ പ്രത്യേകത തന്നെ. ചിക്കൻ പീസസ് കോരി മാറ്റുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നേരത്തെ ആഡ് ചെയ്താൽ ഇത് കരിഞ്ഞു പോവും. മാത്രമല്ല അതിൻ്റെ ആ ഒരു ഗ്രീനിഷ് കളറൊക്കെ നഷ്ടമാവും. അപ്പോൾ ഇത് ചിക്കൻ കോരി എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് സൈഡും ചെറിയ രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ വേറൊരു പ്ലേറ്റ് ഇതെല്ലാം കോരി മാറ്റാം. അത്യാവശ്യം ഇത് മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹാഫ് കുക്കഡായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതേ രീതിയിൽ ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടി നമുക്ക് വറുത്തെടുക്കാം. കറി റെഡിയാക്കാനായി നമുക്ക് മീഡിയം ഫ്ലെയിമിലൊരു ഉരുളി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ആ ഓയിലുണ്ടല്ലോ അത് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്കത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഓയിലിന്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ഓയിൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. സവാള ഈ പറഞ്ഞതുപോലെ അധികം മുരിഞ്ഞ് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട. ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ്. അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത ആ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. അത് ഇപ്പോൾ ചെയ്യണ്ട, അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നീട് ആഡ് ചെയ്യാനായിട്ട്. ഈ അരപ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് നിർത്താതെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഈ പൊടികളൊക്കെ അത്യാവശ്യം പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂപ്പ് വരും. ഇത് അരപ്പിൽ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഡ്രൈ ആയി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയോടെയും ചേർത്ത് നമുക്കിനി നല്ല പോലെ ഒന്ന് ഈ അരപ്പ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ടൈമിൽ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടവും ഒന്ന് ഉപ്പ് പാകാവാനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. അതുകൂടി ചേർത്ത് ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് വേണ്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഓയിലോട് കൂടി ആഡ് ചെയ്യണം. കുറച്ച് ഓയിൽ ആഡ് ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക.
ഇനി ഈ ചിക്കൻ പീസും ഗ്രേവിയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം മാറ്റി വെച്ച ജാറിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ അവരവരുടെ ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. അധികം വെള്ളം ആഡ് ചെയ്താൽ ആ ഗ്രേവിയുടെ ആ തിക്നെസ് കുറയും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ചിക്കൻ്റെ പീസസ് എല്ലാം അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ആ ഫ്ലേവർ മൊത്തം ഒന്ന് കിട്ടാനായിട്ട് ഒരല്പം നേരം കൂടി ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടു. ഇനി നമുക്ക് കറി തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മസാലയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും മല്ലിയിലയുടെയൊക്കെ നല്ലൊരു വാസനയാണ് കേട്ടോ വരുന്നത്. ചിക്കൻ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സ്പൈസിയായ നല്ല രുചിയുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണിത്. ചിക്കൻ്റെ പീസസ് ഒന്നും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മളിത് വറുത്തെടുത്തത് കൊണ്ട് ആ വറുത്തെടുത്തതിൻ്റെ നല്ലൊരു സ്വാദുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. ഈവൻ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു അടിപൊളി കറിയാണിത്. ചപ്പാത്തിക്കൊക്കെ ഈ നല്ല ഗ്രേവി ഉള്ളതുകൊണ്ട് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.